നമസ്കാരം. PCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ആവേശത്തുടക്കം. പുത്തൻ സാമ്പത്തിക ഉദ്ധാര നയങ്ങൾ കർഷകർക്ക് വിനയായെന്ന് സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഴിമതിയും കെടുകാര്യസ്ഥതയുമെന്ന് ആരോപണം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. ആതിഥേയരായ കൊപ്പം GVHS ചാമ്പ്യന്മാരായി. മണ്ണിങ്ങോട്, പരദൂർ സ്കൂളുകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു. വോളിബോൾ താരങ്ങളെ കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശീലന പരിപാടിയുമായി ഞാങ്ങാട്ടിരി യുവകാഹളം രംഗത്ത്. പുതിയ ആസ്ഥാനമൊരുക്കി പട്ടാമ്പി താലൂക്ക് കാർഷിക വികസന ബാങ്ക് മുന്നേറ്റത്തിന് ഒരുങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രതിനിധി സമ്മേളനം നടന്നു. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ A. നാരായണൻ മാസ്റ്റർ നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MLA KV വിജയദാസ് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം മേലെ പട്ടാമ്പിയിൽ പൊതുസമ്മേളനം നടക്കും. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ MLA KV വിജയദാസ് പതാക ഉയർത്തിയതോടെയാണ് കേരള കർഷക സംഘത്തിന്റെ 25ാം ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കർഷക സംഘം ജില്ലാ ഭാരവാഹികളും സ്വാഗത സംഘം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കർഷക സംഘത്തിന്റെ ജില്ലാ ട്രഷററായിരുന്ന A. നാരായണൻ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള നഗറിലാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങിയത്. ജില്ലയിലെ 4 ലക്ഷത്തോളം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 400ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ നിരന്തര സമരം ആവശ്യമാണെന്നും പുത്തൻ സാമ്പത്തിക ഉദാരനയങ്ങൾ മൂലം കെടുതികൾ നേരിടുന്നത് കർഷക ജനവിഭാഗങ്ങളാണെന്നും KV രാമകൃഷ്ണൻ പറഞ്ഞു. ഈ മുതലാളിത്തത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാർഗം കാണണമെങ്കിൽ മുതലാളിത്തത്തിന് പകരമായി കൊണ്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയം ഉടലെടുക്കുന്നതോടുകൂടി മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. മുതലാളിത്തത്തിന് പകരമായിട്ട് ഒരു രാഷ്ട്രീയ ബദൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്തത്തിന് പകരമായിട്ട് രാഷ്ട്രീയ ബദൽ എന്നാൽ സോഷ്യലിസം. ആ സോഷ്യലിസത്തിന് മാത്രമേ എനിക്ക് ആ രാഷ്ട്രീയ ബദലിന് മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി. അത് വരാത്തോടത്തോളം കാലം മുതലാളിത്തം കൂടുതൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർ കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ. അപ്പോൾ ഞാൻ ചുരുക്കി സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് അതിരൂക്ഷമായി കൊണ്ടുവന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങളുടെ വാങ്ങൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നിൽക്കുന്നത്. ബാങ്കിങ്ങിൽ നിന്നുള്ള കടങ്ങൾ പോലും ലഭ്യമാകാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഈ രൂപത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ലോകം നിൽക്കുന്നത്. ഈ പ്രതിസന്ധി ലോകത്തെ കാർഷിക മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. MLA KV വിജയദാസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം CPM നേതാക്കളായ PK സുധാകരൻ, CK രാജേന്ദ്രൻ, TK നാരായണദാസ്, P മമ്മിക്കുട്ടി, N ഉണ്ണികൃഷ്ണൻ, C അച്യുതൻ, NP വിനയകുമാർ, CM നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച വൈകുന്നേരത്തോടെ സമാപിക്കും. തുടർന്ന് മേലെ പട്ടാമ്പിൽ സജ്ജമാക്കിയ M വാമനൻ നഗറിൽ പൊതുസമ്മേളനം നടക്കും. MLA MM മണി ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയെ സംരക്ഷിക്കാനുള്ള വിവിധ ചർച്ചകൾക്ക് ശേഷം കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഏകദേശം സമാപിച്ചിരിക്കുകയാണ്.
ഇനി ശനിയാഴ്ച നടക്കുന്ന ബഹുജന റാലിയോട് കൂടിയുള്ള കർഷകരുടെ ബഹുജന റാലിയോട് കൂടിയുള്ള പൊതുസമ്മേളനത്തോടുകൂടി ജില്ലാ സമ്മേളനം സമാപിക്കും. ഈ സമ്മേളനം സമാപിക്കുമ്പോൾ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനും വികസനത്തിനുമായി ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പട്ടാമ്പിയിൽ നിന്നും ക്യാമറമാൻ വിപിൻ കൂട്ടനാടിനൊപ്പം വിഷ്ണു, PCV ന്യൂസ്. കേരള കർഷക സംഘം ജില്ലാ സമ്മേളന നഗരിയിൽ നടക്കുന്ന കാർഷികോപകരണ പ്രദർശനം ശ്രദ്ധേയമായി. പുതിയ തലമുറയ്ക്ക് അപരിചിതമായ ഒട്ടേറെ ഉപകരണങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാർഷികോപകരണ പ്രദർശനം ന്യൂ ജനറേഷന് കൗതുകമാവുകയാണ്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം എത്തുന്നതിന് മുമ്പ് നെല്ലറയിൽ ഉപയോഗിച്ചിരുന്ന കാർഷികോപകരണങ്ങളാണ് പ്രദർശനത്തിൽ ഇടം പിടിച്ചത്. കാളത്തേക്കും തുമ്പിത്തേക്കും പാത്തിത്തേക്കും ജലസേചന മാർഗങ്ങളായിരുന്ന ഒരു കാലത്തേക്ക് കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് പ്രദർശനം. കരി, ഉരൽ, മരം, തുലാക്കല്ല്, കോൽമരം, വട്ടം, തുമ്പി, ചക്രം തുടങ്ങിയ ഉപകരണങ്ങൾ പുതുതലമുറയ്ക്ക് വിസ്മയ കാഴ്ചയാണ് നൽകുന്നത്. മനുഷ്യനും മൃഗങ്ങളും ചേർന്ന് നിലനിർത്തിയ ഒരു കാർഷിക സംസ്കൃതിയാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കാർഷിക യന്ത്രങ്ങൾ മാത്രം കണ്ടു വളർന്ന പുതുതലമുറയ്ക്ക് പഴയ സാമഗ്രികൾ കൗതുകം പകരുമെന്ന് NP വിനയ്കുമാറും KP രാമചന്ദ്രനും വിശദീകരിച്ചു. ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ ഒരുക്കിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം. ആടുവാഴിത്തത്തിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കൃഷിരീതിയും സമ്പ്രദായവും എത്ര പ്രാചീനമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ഓരോ ഉപകരണങ്ങളും. ഇന്ന് കാർഷിക വൃത്തി തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ പഴയ ഓർമ്മപ്പെടുത്തലുകൾ പുതിയ കാർഷിക മേഖലയിലേക്കുള്ള കൃഷിക്കാരുടെ കടന്നുവരവിന് പ്രചോദനവും ഊർജവും പകരാനൊക്കെ ഉപകരിക്കും. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന കാർഷിക സമ്പ്രദായത്തെക്കുറിച്ച് പുതിയ തലമുറയെ സംബന്ധിച്ച് ഒരു അവബോധം സൃഷ്ടിക്കാനും ഇന്നത്തെ രൂപത്തിലേക്ക് നാം എത്തപ്പെട്ടത് എങ്ങനെയെന്ന് ഓർമ്മപ്പെടുത്തലിലൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾക്ക് ഇത് കണ്ടാൽ എന്താണെന്ന് പോലും പറയാൻ അറിയില്ല. ഇന്ന് അത് ഉപയോഗത്തിലില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിന്ന് കൃഷി ചെയ്യാൻ പറഞ്ഞാൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആധുനിക കൃഷിരീതിയും പഴയ കാലത്തെ കൃഷിരീതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പുതിയ തലമുറയ്ക്ക് കൂടി അത് ഒരു അറിവിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് നടന്ന ബഹുജന മാർച്ചും ധർണയും മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഭരണസ്തംഭന പേര് പറഞ്ഞ് വോട്ടുകളെല്ലാം വാങ്ങിക്കൂട്ടി അധികാരത്തിൽ കയറിക്കൂടി. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതിലും നെൽവയൽ നികത്തിയതിലും അനധികൃത പ്ലാസ്റ്റിക് കമ്പനികൾക്കും ക്വാറികൾക്കും ലൈസൻസ് അനുവദിച്ചതിലും ഉള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. PV രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കൊല്ലമായ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്നൊരു ഭരണസ്തംഭനം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡന്റായിരുന്ന തിരുമേനിയെക്കുറിച്ച് വ്യക്തിപരമായി ഒരു ആക്ഷേപമുള്ള ആളല്ല ഞാൻ.
കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹത്തിനെതിരെ ഒരു സമരമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ നിലവിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ റബ്ബറിനെ കടുംവെട്ട് വെട്ടും പോലെ അദ്ദേഹം പോകുന്ന പോക്കിൽ അദ്ദേഹം വ്യക്തിപരമായി അതിന് ഉത്തരവാദിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പാർട്ടി തീരുമാനമായിരിക്കാം. വലിയ അഴിമതിയാണ് കോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പലരും ഭരിച്ചു പണിയെടുത്തത്, മാർക്സിസ്റ്റ് പാർട്ടിക്കും CPIക്കും വേണ്ടി ഭരിച്ചു പണിയെടുത്തത് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചാൽ പാടം നികത്താനുള്ള അനുവാദം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, VK ഇമ്പിച്ചി മുഹമ്മദ്, CP ബാബു, P സുന്ദരൻ, E യൂസഫ്, ഇക്ബാൽ, PK സൈദാലി, ഫൈസൽ, ഗോപൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പുതുതായി രജിസ്റ്റർ ചെയ്ത പട്ടാമ്പി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടത്തും. കാലത്ത് 10 മണിക്ക് നടങ്ങുന്ന ചടങ്ങിൽ വെച്ച് കേരള സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. MLA മുഹമ്മദ് മൂസിൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുതായി രജിസ്റ്റർ ചെയ്ത പട്ടാമ്പി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 6 ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ബാങ്ക് പ്രസിഡന്റ് P മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കേരള സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല, പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളും വല്ലപ്പുഴ പഞ്ചായത്തുമാണ് ബാങ്കിന്റെ പരിധിയിലുള്ളത്. വിവിധ കൃഷികൾക്ക് വിവിധ തരം ദീർഘകാല വായ്പകൾ, ചുരുങ്ങിയ പലിശയ്ക്ക് കൃഷികൾക്കായി വിവിധതരം ദീർഘകാല ഹ്രസ്വകാല വായ്പകൾ, വീട് നിർമ്മിക്കുന്നതിനും വീട് റിപ്പയറിങ്ങിനും വീട് വാങ്ങുന്നതിനും ദീർഘകാലത്തേക്കുള്ള വായ്പകൾ, കോഴി, ആട്, പശു എന്നിവ വളർത്താൻ വിവിധതരം വായ്പകൾ, കാർഷികാവശ്യത്തിന് സ്ഥലം വാങ്ങുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പഴയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വ്യത്യസ്ത വായ്പകളും, ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ വിവിധ വായ്പാ പദ്ധതികളും ബാങ്ക് നടപ്പാക്കുന്നുണ്ട്. ചടങ്ങിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മത്തിന്റെ ഉദ്ഘാടനം MLA മുഹമ്മദ് മോസിൻ നിർവഹിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സഹകരണ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പട്ടാമ്പി താലൂക്ക് കാർഷിക വികസന ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ബാങ്ക് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ഔദ്യോഗികമായി നമ്മൾ സമൂഹത്തെയും അതുപോലെ തന്നെ നാട്ടുകാരെയും സഹകാരികളെയും ഇടപാടുകാരെയും ഒക്കെ അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും ഒറ്റപ്പാലം താലൂക്ക് കാർഷിക വികസന ബാങ്കിൻ്റെ ഭാഗമായ പട്ടാമ്പി ബാങ്ക് പ്രവർത്തിക്കുന്നു എന്നാണ് പൊതുധാരണ നടത്തുന്നത്. അപ്പോൾ തൃത്താല, പട്ടാമ്പി 2 ബ്ലോക്കുകളും ഒറ്റപ്പാലത്ത് ഉൾപ്പെടുന്ന വല്ലപ്പുഴ പഞ്ചായത്തുമാണ് ഈ താലൂക്ക് ബാങ്കിൻ്റെ പ്രവർത്തന പരിധി. മേലെ പട്ടാമ്പി ഹൈസ്കൂൾ റോഡിലാണ് ബാങ്കിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങുന്നത്. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് V സോളമൻ അലക്സ് ആദ്യ നിക്ഷേപം സ്വീകരിക്കും. വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് നിർവഹിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ബാങ്ക് പ്രസിഡന്റ് P മമ്മിക്കുട്ടി, വൈസ് പ്രസിഡന്റ് M ശങ്കരൻകുട്ടി, സെക്രട്ടറി TC ജെയിംസ് എന്നിവർ അറിയിച്ചു. ഒറ്റപ്പാലം ഹെഡ് ഓഫീസ്, ഒറ്റപ്പാലം ബ്രാഞ്ച്, തിരുവാഴിയോട് ബ്രാഞ്ച്, പട്ടാമ്പി ബ്രാഞ്ച്, കൂറ്റനാട് ബ്രാഞ്ച്. അതിൽ പട്ടാമ്പിയിൽ ഒരു സബ് ഓഫീസ് തുടങ്ങണമെന്ന ഒരാവശ്യം പൊതുവായി തൃത്താല പട്ടാമ്പി മേഖലയിലെ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെയാണ് ആദ്യം ഒരു സബ് ഓഫീസ് പട്ടാമ്പിയിൽ ആരംഭിച്ചത്. അത് പിന്നീട് വാടകഘട്ടിൽ തന്നെ ബ്രാഞ്ച് ഓഫീസായിട്ട് ഉയർത്തപ്പെട്ടു. പിന്നീട് തൃത്താല ബ്ലോക്കിലെ ആളുകൾക്ക് സൗകര്യാർത്ഥം തൃത്താലയിൽ കൂറ്റനാട് ഒരു സബ് ഓഫീസ് ആരംഭിക്കണം തീരുമാനിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു കെട്ടിടത്തിൽ വാടകയ്ക്കാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടെ പിന്നീട് അത് ബ്രാഞ്ചായിട്ട് ഉയർത്തപ്പെട്ടു നടത്തി. അപ്പോൾ ഇപ്പോൾ തൃത്താലയും പട്ടാമ്പിയും 2 ബ്രാഞ്ചുകൾ, അതുപോലെ തന്നെ ഇവിടെ ഹെഡ് ഓഫീസ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാങ്ങാട്ടിരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുവകാഹളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വോളിബോൾ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. മികച്ച പരിശീലനത്തിലൂടെ കായിക പ്രേമികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നവംബർ 6 മുതൽ 18 വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സിഫു ഷബീർ ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1967 രൂപം കൊണ്ട യുവകാഹളം ഞാങ്ങാട്ടിരിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 6 മുതൽ 18 വരെ ഞാങ്ങാട്ടിരിയിൽ വോളിബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
നാടിന്റെ മുക്കിലും മൂലയിലും ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിൽ, ക്രിക്കറ്റ്, വടംവലി തുടങ്ങിയ നിരവധി കളികൾ ശാസ്ത്രീയ പരിശീലനങ്ങളില്ലാതെ നടന്നുവരുന്നുണ്ട്. ഇതിൽ നിന്ന് വോളിബോൾ മേഖലയാണ് യുവകാഹളം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാങ്ങാട്ടിരിയുടെ വിവിധ മേഖലകളിൽ 9-ലധികം കോർട്ടുകളും മിക്കതിലും 4 ടീം വരെ ഇറങ്ങാനുള്ള കായിക പ്രേമികളുമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മികച്ച പരിശീലനം ലഭിച്ച കായിക കേരളത്തിന് മുതൽക്കൂട്ടാവുന്ന പ്രതിഭകളെ ഞാങ്ങാട്ടിരിക്ക് സംഭാവന നൽകാൻ കഴിയുമെന്നും ഭാരവാഹികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതിനുള്ള 1ാം ഘട്ട പരിശീലനത്തിനാണ് നവംബർ 6-ന് തുടക്കം കുറിക്കുന്നത്. 50 വർഷം പ്രവർത്തനത്തിന് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ലബ്ബ്. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളെയും സംഭാവന ചെയ്യാൻ ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രസിദ്ധ ബാലസാഹിത്യകാരനും നോവലിസ്റ്റുമായിട്ടുള്ള ശ്രീ MS കുമാർ, പ്രസിദ്ധ നോവലിസ്റ്റ് ശ്രീ T ആര്യൻ കണ്ണനൂർ, പത്രപ്രവർത്തകനും കഥാകൃത്തുമായിട്ടുള്ള ശ്രീ TVM അലി, കഥാകൃത്ത് ശ്രീ രമണൻ ഞാങ്ങാട്ടിരി, വിദ്യാഭ്യാസ വിചക്ഷണനും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ TK നാരായണദാസ്, അതുപോലെ തന്നെ കഥാരംഗത്ത് പ്രശസ്തനായിട്ടുള്ള ശ്രീ വേലുണ്ണി, നാടകപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ ജയാനന്ദൻ മാസ്റ്റർ, സംഗീതജ്ഞനും ഫോക്ലോർ വിദഗ്ധനുമായിട്ടുള്ള ശ്രീ M ശിവശങ്കരൻ, യുവജനോത്സവങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളെ പ്രാക്ടീസ് കൊടുത്ത് ഉയർന്ന നിലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ TK സുകുമാരൻ മാസ്റ്റർ, കഥാപ്രസംഗ രംഗത്ത് അദ്ദേഹം പ്രസിദ്ധനാണ്. ശ്രീ TK സുകുമാരൻ മാസ്റ്റർ, ഇത്രയും പേരെടുത്തു പറയുന്ന വ്യക്തിത്വങ്ങൾ ഈ ക്ലബിൻ്റെ ലാളനയും തലോടലും ഏറ്റുവളർന്നവരാണ്. ലോക ഹങ്കീൻ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സിഫു ഷബീർ ബാബു പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. നവംബർ 6 മുതൽ 18 വരെ രാവിലെ 5:30 മുതൽ 7:30 വരെയാണ് ക്യാമ്പ്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് വുഷു ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ മാസ്റ്റർ സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പഴയകാല വോളിബോൾ പ്രതിഭകളെ ആദരിക്കുമെന്നും ഭാരവാഹികളായ T ഉണ്ണികൃഷ്ണൻ, ഉമാശങ്കർ, TK രവീന്ദ്രൻ, ജയപ്രകാശ്, മൊയ്തീൻകുട്ടി എന്നിവർ അറിയിച്ചു. ഒട്ടനവധി പ്രതിഭകളുണ്ടെങ്കിലും അവർക്ക് ശാസ്ത്രീയ പരിശീലനം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പുറകോട്ടുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ വോളിബോൾ, കാരണം എനിക്ക് തോന്നുന്നു ഞാങ്ങാട്ടിരി വിവിധ മേഖലകളിൽ 9ഓളം പ്രദേശത്ത് കോർട്ടുകളും ഒരുപക്ഷെ ഒരു കോർട്ടിൽ തന്നെ 4ഓളം ടീമിന് ഒരു സമയത്ത് ഇറങ്ങാവുന്ന അത്തരം കായിക പ്രതിഭകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ശാസ്ത്രീയമായി പരിശീലിപ്പിച്ച് ഞാങ്ങാറ്റിയുടെ ഒരു ഐഡൻറ്റിറ്റി ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഒരു 1-2 ടീമുകളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം പരിശീലനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കായിക അധ്യാപകരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിൽ ജോലി ചെയ്യുകയും ജില്ലാ എക്സൈസ് വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മഹേഷാണ് പ്രധാന പരിശീലകനായിട്ട് വരുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ടീമിൽ ഏകദേശം 5 വർഷത്തോളം യൂണിവേഴ്സിറ്റി ടീമിൽ അംഗമായിരുന്നു. അതുപോലെ കോളേജ് ടീം ക്യാപ്റ്റനായിട്ടും ഒക്കെ നിരന്തരമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പ്രധാന പരിശീലകനായിട്ട് വരുന്നത്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റി വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. T ഉസ്മാന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മനോജ് ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ വാർഷിക കൺവെൻഷനാണ് മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിൽ നടന്നത്. ഏരിയ പ്രസിഡന്റ് T ഉസ്മാന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള സംഘടന ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളും സംഘടന നേരിടുന്ന വെല്ലുവിളികളും നമ്മുടെ മെമ്പർമാർ അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചും വരുന്ന ഒരു വർഷക്കാലത്തേക്ക് ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൺവെൻഷൻ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കൺവെൻഷനുകൾ നടത്തുന്നത്. ഈ വരുന്ന നവംബർ മാസം 26-ാം തീയതി കോട്ടയത്ത് വെച്ചാണ് സംഘടനയുടെ സംസ്ഥാന കൺവെൻഷൻ നടത്താൻ പോകുന്നത്. എന്തുകൊണ്ടും വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, നിർമ്മാണ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി, അത് ഒട്ടനവധി കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ പോലെയുള്ള ലൈസൻസുകളും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് തന്നെയാണ് ഈ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി കൂടുതലായും ബാധിക്കുന്നത്.
രാമചന്ദ്രൻ, ശ്രീനിവാസൻ, ഉദയപ്രഭാകരൻ, EMM നാരായണ നമ്പൂതിരി, ജയപ്രകാശ്, പ്രമോദ് ചന്ദ്രൻ, മുഹമ്മദ് അലി TP, KA ശ്രീനിവാസൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ലെൻസ്ഫെഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായ പാലക്കാട് ജില്ലാ ടീമിനെ അനുമോദിച്ചു. പട്ടാമ്പി ഉപജില്ലാ കായികമേള സമാപിച്ചു. ആതിഥേയരായ കൊപ്പം GVHSS ഓവറോൾ ചാമ്പ്യന്മാരായി. മണ്ണേങ്ങോട് AUP സ്കൂളും പരുതൂർ ഹൈസ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം TK നാരായണദാസ് നിർവഹിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 3 നാളായി നടന്നു വന്നിരുന്ന പട്ടാമ്പി ഉപജില്ലാ കായികമേള സമാപിച്ചപ്പോൾ ആതിഥേയരായ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 325 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 33 സ്വർണം, 32 വെള്ളി, 20 വെങ്കലം ഉൾപ്പെടെയാണ് ആതിഥേയർ നേടിയത്. മണ്ണേങ്കോട് AUP സ്കൂളും പരുതൂർ ഹൈസ്കൂളും 115 പോയിന്റ് വീതം നേടി 2ാം സ്ഥാനം പങ്കിട്ടു. സമാപന ചടങ്ങിൽ കൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കായികമേളയിൽ മാത്രമല്ല, ഇന്ത്യ പങ്കെടുക്കുന്ന ഏത് ലോക കായികമേളയിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അത്ലറ്റുകളിൽ നേട്ടമുണ്ടാക്കുന്നത് കേരളീയരാണ്. ഏഷ്യാഡാവട്ടെ, ഒളിമ്പിക്സ് ആവട്ടെ, എവിടെ പോയാലും കേരളത്തിൻ്റെ പേര് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മികച്ച കായിക താരങ്ങൾ കേരളത്തിലുണ്ടാവാൻ കാരണം? ഇപ്പോഴത്തെ നമ്മുടെ വർഷ മുരളീധരൻ ഓപ്പൺ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തുകൊണ്ട് ലോങ് ജമ്പിൽ സ്വർണം നേടി വന്നിരിക്കുകയാണ്. നമ്മുടെ പറളയിലുള്ള ദീപക് സ്കൂൾ ഒളിമ്പിക്സിൽ വെള്ളിമേഡൽ നേടി വന്നിരിക്കുകയാണ്. അങ്ങനെ എവിടെ പങ്കെടുത്താലും അതിൽ സമ്മാനം നേടുന്നവർ, അതിൽ മെഡൽ നേടുന്നവർ ഇന്ത്യയിൽ നിന്ന് പോയവരിൽ കേരളീയരായിരിക്കും. എന്തുകൊണ്ടാണ് ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്രയേറെ കായിക മുന്നേറ്റം ഉണ്ടാവാൻ കാരണം? നമ്മുടെ പൊതു മുന്നേറ്റത്തിന്റെ ഭാഗമായി തന്നെ അതിനെ കാണാൻ വേണ്ടി കഴിയും. കേരളം ഇന്ന് 60ാം വാർഷികം ആഘോഷിക്കുക. 60ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും പറയാൻ വേണ്ടി കഴിയുന്ന കാര്യം, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട നിരവധി സൂചിക അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ് കേരളം. AEO D ഷാജിമോൻ സമ്മാന വിതരണം നടത്തി. അബിൻ ജോസഫ് AS, സെന്റ് പോൾസ് HS പട്ടാമ്പി 15 പോയിന്റ്. ചാമ്പ്യൻ AUPS മണ്ണേങ്കോട് 20. മറ്റൊരു ട്രോഫി കൊപ്പം GVHSSന്റെയും TP നാരായണൻ, NP ഷാഹുൽ ഹമീദ്, PK യൂസഫ്, AT ശശി, ലത, ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. മത്സരാർത്ഥികൾക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി ആതിഥേയർ പ്രശംസ നേടി. പട്ടാമ്പി ഉപജില്ലാ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മികച്ച സംഘാടനത്തിലൂടെ പ്രശംസ നേടിയത്. പട്ടാമ്പി ഉപജില്ലാ കായികമേളയിൽ പ്രശംസ നേടിയത് ഭക്ഷണ കമ്മിറ്റിയാണ്. 3 ദിവസവും മത്സരാർത്ഥികൾക്ക് സമൃദ്ധമായ ഭക്ഷണമാണ് സംഘാടകർ നൽകിയത്. ഞങ്ങൾ പരുതൂർ സ്കൂളിലത്തെ വിദ്യാർത്ഥികളാണ്. സ്പോർട്സിന് വന്നതാണ്. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. 3 ദിവസം നല്ല ഫുഡ് തന്നെയാണ്. പാസ് 2 ദിവസം ഉണ്ടായി. ഈ സ്കൂളിൽ ഞങ്ങൾ നന്ദി പറയുന്നു. നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും PTA സഹകരിച്ചുകൊണ്ടാണ് ഭക്ഷണ സമൃദ്ധിക്ക് തുക കണ്ടെത്തിയതെന്ന് അധ്യാപകരായ ശശിയും അനിലും പറഞ്ഞു. ഇത്തവണ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും പായസത്തോടു കൂടിയിട്ടുള്ള സദ്യ വിതരണം ചെയ്തു. കൊപ്പത്തെ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് കൊപ്പം ഹൈസ്കൂൾ PTA സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പട്ടാമ്പി സബ് ജില്ലയ്ക്ക് സ്പോർട്സിന് ഭക്ഷണം കൊടുക്കാത്ത സ്ഥിരമായൊരു പതിവുണ്ടായിരുന്നു. മറ്റു സ്കൂളുകളിലൊന്നും ഇത് കൊടുത്തിരുന്നില്ല. ഇനി അങ്ങനെ ഇതൊരു തുടക്കമാക്കാൻ വേണ്ടി കൊപ്പത്തെ PTA സ്പോർട്സിന് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒന്നാമത്തെ ദിവസവും അതുപോലെ തന്നെ 3ാമത്തെ ദിവസവും വിഭവസമൃദ്ധമായി തന്നെ പായസത്തോടു കൂടി സദ്യ ഞങ്ങൾ കൊടുത്തു. ഇതിന് സഹായിച്ച കൊപ്പത്തെ
നല്ലവരായ നാട്ടുകാർ ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയ കൊപ്പത്തെ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും കൊപ്പത്തെ PTA അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ വളരെ അങ്ങേയറ്റത്തെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ AMVA ഷമീർ മുഖ്യാതിഥിയായി. കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങൾ അരങ്ങേറി. കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 28ാം സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പട്ടാമ്പി AMVA ഷമീർ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ മനോജ് കുമാർ TP, കമ്മുക്കുട്ടി എടത്തോൾ, മുഹമ്മദ് നജീബ്, ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. മാർച്ച് ഫാസ്റ്റ്, ഡിസ്പ്ലേ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപിക സുജാത ശശികുമാർ മറ്റധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായിട്ടാണ് കായിക മത്സരങ്ങൾ അരങ്ങേറുന്നത്. കലാ സാംസ്കാരിക സംഘടനയായ സ്പിക്മാക്കയും പട്ടാമ്പി RARSും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ക്ലാസിക്കൽ നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചു. പ്രശസ്ത ഒഡീസി നർത്തകി മധുസ്മിത മോഹൻ ക്ലാസിക്കൽ കലകളുടെ രംഗാവിഷ്കാരം നടത്തി. കലാ സാംസ്കാരിക സംഘടനയായ സ്പിക്മാക്കയും പട്ടാമ്പി RARSും ചേർന്നാണ് വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചത്. RARSിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത ഒഡീസി നർത്തകി മധുസ്മിത മോഹൻറി ക്ലാസിക്കൽ കലകളുടെ രംഗാവിഷ്കാരം നടത്തി. ADR, MC നാരായണൻകുട്ടി, തുളസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. RARSിലെ ഡിപ്ലോമ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ആവേശത്തുടക്കം. പുത്തൻ സാമ്പത്തിക ഉദാര നയങ്ങൾ കർഷകർക്ക് വിനയായെന്ന് സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഴിമതിയും കെടുകാര്യസ്ഥതയുമെന്ന് ആരോപണം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. ആതിഥേയരായ കൊപ്പം GVHSS ചാമ്പ്യന്മാരായി. മണ്ണിങ്ങോട്, പരദൂർ സ്കൂളുകൾ 2ാം സ്ഥാനം പങ്കിട്ടു. വോളിബോൾ താരങ്ങളെ കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശീലന പരിപാടിയുമായി ഞാങ്ങാട്ടിരി യുവകാഹളം രംഗത്ത്. പുതിയ ആസ്ഥാനമൊരുക്കി പട്ടാമ്പി താലൂക്ക് കാർഷിക വികസന ബാങ്ക് മുന്നേറ്റത്തിന് ഒരുങ്ങുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.